ഇന്ത്യൻ മണ്ണിൽ അലിഞ്ഞു ചേർന്ന നിഗൂഢതകളെക്കുറിച്ചാണ് ഇന്ന് പറയുന്നത്. പുരോഗമിച്ചുവെന്ന് അവകാശപ്പെടുമ്പോഴും ഇന്ത്യയിൽ ഉത്തരമില്ലാത്ത ചില ചോദ്യങ്ങൾ അവശേഷിക്കുന്നുണ്ട്. ചരിത്രം പേറുന്ന ആ ഇന്ത്യൻ രഹസ്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ. നൂറ്റാണ്ടുകളുടെ ചരിത്രം ഉറങ്ങുന്ന മണ്ണാണ് നമ്മുടെ രാജ്യം. പടയോട്ടങ്ങളുടെ രക്തച്ചൊരിച്ചിലിന്റെ മണ്ണ്. എത്ര സാമ്രാജ്യങ്ങളുടെ ഉദയവും പതനവും കണ്ട നാടാണ്. എത്ര നദികൾ, തടാകങ്ങൾ, സമുദ്രങ്ങൾ, എത്ര ജീവിവർഗങ്ങൾ, എത്ര സംസ്കാരങ്ങൾ വേരുറപ്പിച്ചു, എത്ര സംസ്കാരങ്ങളുടെ വേരറ്റുപോയി, എത്ര മനുഷ്യർ ജീവിച്ചു മരിച്ചു, എത്ര ഭാഷകൾ സംസാരിക്കുന്നു. ഇന്ത്യ സത്യത്തിൽ ലോകത്തിലെ വിസ്മയമാണ്. ഏത് യൂറോപ്യൻ രാജ്യവും നമ്മുടെ നാട്ടിൽ കാണും. മഞ്ഞുറഞ്ഞ മലനിരകളും തടാകങ്ങൾ ഭംഗി നൽകുന്ന ഭൂപ്രകൃതിയുമൊക്കെ നമ്മുടെ ഇന്ത്യയുടെ വിശേഷങ്ങൾ തന്നെയാണ്. എന്നാൽ ഇതിനോടൊപ്പം തന്നെ ഇന്ത്യയിൽ ആർക്കും കണ്ടെത്താനാകാത്ത ചില നിഗൂഢതകൾ കൂടി ഒളിഞ്ഞിരിക്കുന്നുണ്ട്. ഇന്ത്യയുടെ വിസ്തൃതമായ വലിപ്പം, സാംസ്കാരിക ഘടന, പുരാണങ്ങൾ എന്നിവയെല്ലാം ഇന്ത്യയെ വിചിത്രതകൾ നിറച്ച നാടാക്കി മാറ്റുന്നതിൽ വലിയ പങ്കാണ് വഹിച്ചത്. ഇന്ത്യൻ സംസ്കാരത്തിൽ ആഴത്തിൽ വേരൂന്നിയ കഥകൾ നമ്മുടെ പുരാണങ്ങളിലുമുണ്ട്. ഇവയെല്ലാം കെട്ടുകഥകളാണെന്ന് പലരും പറയുമെങ്കിലും പുരാണങ്ങളിൽ പ്രതിപാദിച്ചിരിക്കുന്ന പല കാര്യങ്ങളും ഗവേഷകർ കണ്ടെത്തിയിട്ടുണ്ട് എന്നാണ് വാസ്തവം. എന്നാൽ ഇപ്പോഴും ഉത്തരം തേടുന്ന പല നിഗൂഢതകളും ഇന്ത്യയിലുണ്ട്. ശാസ്ത്രീയമായ ഒരു ന്യായവാദത്തിനും ഈ കാര്യങ്ങൾക്കുള്ള ഉത്തരം കണ്ടെത്താൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നതാണ് വസ്തുത. നൂറ്റാണ്ടുകളായി ഉത്തരം കിട്ടാത്ത ചില ഇന്ത്യൻ രഹസ്യങ്ങളെയാണ് ഇന്ന് പരിചയപ്പെടുന്നത്. 6. ഡൽഹിയിലെ ഇരുമ്പ് സ്തംഭം. ദില്ലിയിൽ സ്ഥിതി ചെയ്യുന്ന തുരുമ്പെടുക്കാത്ത ഇരുമ്പ് സ്തംഭമാണ് ശാസ്ത്രജ്ഞരെ കുഴക്കിയ ഒരു ഇന്ത്യൻ രഹസ്യം. പുരാതന ഇന്ത്യയിലെ ലോഹ സംസ്കാര വൈദഗ്ധ്യം വിളിച്ചോതുന്നതാണ് ഈ ഇരുമ്പ് സ്തംഭം. കുത്തബ് മിനാർ അടക്കമുള്ള ചരിത്ര സ്മാരകങ്ങൾ സ്ഥിതി ചെയ്യുന്ന ദക്ഷിണ ദില്ലിയിലെ മെഹ്റോളിയിലുള്ള കുത്തബ് സമുച്ചയത്തിലാണ് 23 അടി ഉയരമുള്ള ഈ ഇരുമ്പ് തൂണ് സ്ഥിതി ചെയ്യുന്നത്. ചന്ദ്രൻ എന്ന ഒരു ചെറു രാജാവാണ് ഈ സ്തംഭം നിർമ്മിച്ചതെന്ന് കരുതപ്പെടുന്നു. 4-ാം നൂറ്റാണ്ടിലെ ചന്ദ്രഗുപ്തൻ രണ്ടാമനാണ് ഇദ്ദേഹമെന്നും കരുതുന്നുണ്ട്. 1600 വർഷത്തിലേറെയായി കാലത്തെ അതിജീവിച്ച് നിലകൊള്ളുകയാണ് ഈ വിസ്മയം. ഇത്രയും കാലം കഠിനമായ കാലാവസ്ഥയ്ക്ക് വിധേയമായിട്ടും ഈ സ്തംഭത്തിന് ഒരു പോറൽ പോലും ഏൽക്കാത്തതാണ് ഇതിന്റെ നിഗൂഢതകൾ മുറുകാനുള്ള കാരണം. ഈ ഇരുമ്പ് സ്തംഭത്തിന്റെ ഘടനയും ലോഹസങ്കരവും ശാസ്ത്രജ്ഞരെയും ചരിത്രകാരന്മാരെയും ഒരുപോലെ ഇന്നും അമ്പരിപ്പിക്കുന്നതാണ്. 5. ലഡാക്കിലെ കോംഗ്ല ചുരം. ജമ്മു കാശ്മീരിലെ ലഡാക്ക് ജില്ലയിൽ സ്ഥിതി ചെയ്യുന്ന ഒരു ചുരമാണ് കർദോങ്ല, കർസോങ്ല എന്നിങ്ങനെ പല രീതിയിൽ അറിയപ്പെടുന്ന ഈ ചുരം. ലഡാക്കിലെ പ്രധാന നഗരമായ ലേയിൽ നിന്ന് വടക്കായി സ്ഥിതി ചെയ്യുന്ന ഈ ചുരം ഷ്യോക്ക്, നുബ്ര താഴ്വരകൾക്കുള്ള കവാടമായാണ് പ്രവർത്തിക്കുന്നത്. സിയാച്ചിൻ ഹിമാനി ഇതിന് വളരെ വടക്കു നുബ്ര താഴ്വരയ്ക്കപ്പുറം സ്ഥിതി ചെയ്യുന്നുണ്ട്. 1976 നിർമ്മിച്ച പാത 1988 വഴിയാത്രക്കാർക്കായി തുറന്നു കൊടുക്കുകയായിരുന്നു. സിയാച്ചിനിയിലേക്കുള്ള ആവശ്യ വസ്തുക്കൾ കൊണ്ടുപോകുന്ന വഴിയായതിനാൽ നയതന്ത്രപരമായി വളരെ പ്രധാനപ്പെട്ട പാത കൂടിയാണിത്. ഇന്ത്യയുടെയും ചൈനയുടെയും തർക്ക അതിർത്തിയിലാണ് കോംഗ്ല ചുരം സ്ഥിതി ചെയ്യുന്നത്. 1962 ഇരു രാജ്യങ്ങളുടെയും സൈന്യങ്ങൾ ഇവിടെ കനത്ത ഏറ്റുമുട്ടലിൽ ഏർപ്പെട്ടിരുന്നു. ഇതിനുശേഷം ചൈനയും ഇന്ത്യയും ഒരു കരാറിൽ ഏർപ്പെട്ടു. അതനുസരിച്ച് ഈ പ്രദേശത്ത് പെട്രോളിംഗ് നടത്താൻ ഇരു രാജ്യങ്ങൾക്കും അനുമതിയില്ല. ഇതിനുശേഷം ലഡാക്കിലെ കോംഗ്ല പാസ് UFOകളുടെ കേന്ദ്രമായെന്നാണ് ഒരു സംസാരം നാടാകെ പടർന്നത്. അങ്ങനെ ഈ പ്രദേശം എന്നേക്കുമായി ആളൊഴിഞ്ഞ നാടായി മാറി. അതോടെ UFOകൾ അവരുടെ പ്രവർത്തന മേഖലയാക്കി ഈ പ്രദേശത്തെ മാറ്റിയെടുത്തു. പലരും ഈ പ്രദേശത്ത് നിഗൂഢമായ എന്തൊക്കെയോ കണ്ടിട്ടുണ്ടെന്നും ഇന്ത്യൻ ചൈനീസ് സർക്കാരുകൾ ഇതിനെക്കുറിച്ച് അറിയാമെന്നും റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഈ പ്രദേശത്തെ ചുറ്റിപ്പറ്റിയുള്ള രഹസ്യങ്ങൾ ഇന്നും നിഗൂഢമായാണ് തുടരുന്നത്. എന്താണ് ആകാശത്ത് പറക്കുന്ന ആ അദൃശ്യ ദൃശ്യങ്ങളെന്ന് മനസ്സിലാക്കാൻ ഇതുവരെ സാധിച്ചതേയില്ല. 4. രൂപ്കുണ്ട് തടാകത്തിലെ അസ്ഥികൂടങ്ങൾ. ഹിമാലയത്തിൽ സ്ഥിതി ചെയ്യുന്ന രൂപ്കുണ്ട് തടാകം വിചിത്രവും ഭീകരവുമായ ഒരു സ്ഥലമാണ്. മഞ്ഞുകാലത്ത് ഹിമം മൂടുന്ന ഈ പ്രദേശം വേനലാകുന്നതോടെയാണ് ആരെയും പേടിപ്പിക്കുന്ന ഇടമായി പരിണമിക്കുന്നത്. മഞ്ഞുരുകി തുടങ്ങിയാൽ ആ തടാകത്തിൽ നിന്ന് ഉയർന്നു വരുന്നത് 100 കണക്കിന് മനുഷ്യ അസ്ഥികൂടങ്ങളാണ്. 9-ാം നൂറ്റാണ്ടിൽ നടന്ന ഏതോ ദുരന്തത്തിന്റെ അവശേഷിപ്പുകളാണ് ഈ തടാകത്തിന്റെ തണുപ്പിൽ അടക്കം ചെയ്തതെന്നാണ് മിക്കവരും വിശ്വസിക്കുന്നത്. എന്നാൽ ഇവിടുത്തെ മനുഷ്യരുടെ വിവരങ്ങളും തടാകത്തിലെ നിഗൂഢതയ്ക്കും ഇതുവരെ നമുക്ക് ഉത്തരം ലഭിച്ചിട്ടില്ല. പഠനങ്ങൾ ഇന്നും തുടരുകയാണ്. 3. പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ രഹസ്യാറ. ഇനി പറയുന്നത് നമ്മൾ മലയാളികൾക്ക് കുറച്ചുകൂടി സുപരിചിതമായ ഒരു രഹസ്യ നിലവറയെ കുറിച്ചാണ്. കേരളത്തിലെ പത്മനാഭസ്വാമി ക്ഷേത്രത്തിലെ B നിലവറയാണ് മറ്റൊരു ചുരുളഴിയാത്ത രഹസ്യം. സമ്പന്നനിൽ ഏറ്റവും മുൻപിൽ നിൽക്കുന്നവനാണ് പത്മനാഭൻ എന്നാണ് ക്ഷേത്രത്തിലെ നിലവറകൾ തുറന്നപ്പോൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്. വലിയ നിധിശേഖരമായിരുന്നു രാജവാഴ്ച ക്ഷേത്രത്തിൽ അവശേഷിപ്പിച്ചത്. ക്ഷേത്രത്തിലെ 6 നിലവറകളിൽ 5 എണ്ണം ഇതിനോടകം തന്നെ തുറന്നു കഴിഞ്ഞു. സ്വർണവും രത്നങ്ങളും പതിപ്പിച്ച അമൂല്യ വസ്തുക്കളാണ് അതിൽ നിന്നും കണ്ടെടുക്കാനായത്. എന്നാൽ ഇപ്പോഴും അവസാനമായ B നിലവറ തുറന്നിട്ടില്ല. ഈ നിലവറ തുറന്നാൽ നാട് കടലെടുക്കുമെന്നാണ് വിശ്വാസം. ഈ അറയ്ക്കുള്ളിൽ എന്താണ് കിടക്കുന്നത്? നിധിയോ, പുരാതന വസ്തുക്കളോ, അല്ലെങ്കിൽ നിഗൂഢമായ മറ്റെന്തെങ്കിലുമോ?
ഇന്നും അതിനുത്തരം ലഭിച്ചിട്ടില്ല. 2. സുഭാഷ് ചന്ദ്രബോസിന്റെ തിരോധാനം. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിലെ പ്രമുഖനായ നേതാവായിരുന്നു സുഭാഷ് ചന്ദ്രബോസ്. നിങ്ങൾ എനിക്ക് രക്തം തരൂ, നിങ്ങൾക്ക് സ്വാതന്ത്ര്യം നൽകാം എന്ന് പറഞ്ഞ സ്വതന്ത്ര സമര കാലഘട്ടത്തിലെ ധീരനായകൻ. ഇന്ത്യയുടെ സ്വാതന്ത്ര്യത്തിന് ആയുധമെടുക്കണമെന്ന് ഇന്ത്യൻ യുവത്വത്തോട് ആഹ്വാനം ചെയ്ത വ്യക്തി. അദ്ദേഹത്തിന്റെ മരണം സംബന്ധിച്ച കാര്യങ്ങൾ ഇന്നും നിഗൂഢമാണ്. 1945 ദുരൂഹമായ അദ്ദേഹം അപ്രത്യക്ഷനാകുകയായിരുന്നു. തായ്വാനിലെ വിമാനാപകടത്തിൽ അദ്ദേഹം മരിച്ചതായി ഔദ്യോഗിക റിപ്പോർട്ടുകൾ പറയുന്നുവെങ്കിലും ഇതിന് കൃത്യമായ തെളിവുകളൊന്നും ഇതുവരെ ഹാജരാക്കപ്പെട്ടിട്ടില്ല. നിരവധി ഏജൻസികൾ അന്വേഷണം നടത്തിയിട്ടും അദ്ദേഹത്തിന്റെ തിരോധാനം സംബന്ധിച്ച കാര്യങ്ങൾ ഇന്നും ചരിത്ര രഹസ്യങ്ങളായി മറഞ്ഞു കിടക്കുകയാണ്. 1. സിന്ധു നദീതട സംസ്കാരത്തിന്റെ പതനം. ലോകത്തിലെ പുരാതന നഗര സംസ്കാരങ്ങളിൽ ഒന്നായിരുന്നു സിന്ധു നദീതട സംസ്കാരം. 3300 BC മുതൽ 1300 BC വരെ സിന്ധു നദീതട സംസ്കാരം നിലനിന്നു എന്നാണ് പറയപ്പെടുന്നത്. നൂതന നഗരാസൂത്രണം, സങ്കീർണമായ ഡ്രെയിനേജ് സംവിധാനങ്ങൾ, നിഗൂഢമായ ലിപി എന്നിവയ്ക്ക് പേരുകേട്ട ഈ സംസ്കാരം തകർന്നതിന്റെ കാരണം കണ്ടെത്താൻ ഗവേഷകർക്ക് ഇതുവരെ സാധിച്ചിട്ടില്ല. പ്രകൃതി ദുരന്തമോ എന്തെങ്കിലും യുദ്ധമോ വൈദേശിക ആക്രമണങ്ങളോ ആകാമെന്ന് ഗവേഷകർ അനുമാനിക്കുന്നുണ്ടെങ്കിലും വ്യക്തമായ ധാരണ ഇതുവരെ ഈ കാര്യത്തിൽ നമുക്ക് ലഭ്യമായിട്ടില്ല. ഇന്ത്യൻ സംസ്കാരം ഉടലെടുത്ത സിന്ധുവിന്റെ തീരത്തെ മനുഷ്യർക്ക് എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക? ഇന്നും അതൊരു ചോദ്യമാണ്, ഉത്തരം കിട്ടാത്ത ചോദ്യം. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ.